ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് മസാല ദോശയെ കുറിച്ചാണ്. ഒടുവിൽ പറഞ്ഞു തീരുമ്പോൾ മനസ്സിലാവും മസാല ദോശയെ കുറിച്ചല്ല ഇയാൾ പറഞ്ഞതെന്ന്. ധന്യമീ ജീവിതത്തിന്റെ ഒരു രീതി അതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് മസാല ദോശ. എന്റെ ലക്ഷറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ മുരിഞ്ഞൊരു മസാല ദോശയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷറി, കിട്ടാവുന്നതിൽ വെച്ച് വലിയ വസ്തു. അതിന്റെ കാരണം പട്ടാമ്പിയിൽ എൻ്റെ പഠിച്ച സ്കൂളിൻ്റെ അടുത്തൊരു അശോക ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടുത്തെ മസാല ദോശ വളരെ നല്ല മസാല ദോശയായിരുന്നു. അച്ചുമ്മാൻ എന്നൊരാൾ ഉണ്ടാക്കിയതാണ്. അച്ചുമ്മാൻ ഇപ്പൊ അവിടുന്ന് പോയി. ആ ഹോട്ടൽ ഉണ്ടോ എന്നുള്ളത് വലിയ അറിയില്ല. 3 അണയാണ് മസാല ദോശയ്ക്ക് വില. എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പോഴും എവിടെയെങ്കിലും ചെന്നാൽ കൂടുതലുള്ളവരൊക്കെ എന്തൊക്കെയോ മെനു നോക്കി വാങ്ങും. ഒരു മസാല ദോശ കിട്ടിയാൽ നല്ല മസാല ദോശ ഇപ്പൊ കിട്ടാറില്ല. കാരണം അത് ശരിക്ക് മുരിഞ്ഞ രീതിയിൽ കിട്ടണം. ജീവിതം ഒരു മസാല ദോശയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മസാല ദോശ തിന്നുമ്പോഴും വേറൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ കൂടുതൽ അർത്ഥതലങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ഒരാൾ മസാല ദോശ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞു ഈ വെയിറ്റർ അവിടെ പോയിട്ട് ഒരു മസാല ദോശ എന്ന് പറയും. അവിടെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ട് തിന്നാനും പറ്റില്ല, തിന്നാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വെളുത്തിരിക്കും, വെന്തുണ്ടാവില്ല. വേവാത്തതായതിനാൽ അവിടെ ഇരുന്നിട്ട് ഇയാൾ ഈ മസാല ദോശ ചീത്താറുണ്ട്. അത് തിന്നാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് മസാല ദോശ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. ഇത് മുരിഞ്ഞിട്ടില്ല, നന്നായിട്ടില്ല എന്ന്. രണ്ടാമതൊരാൾ മസാല ദോശ ആവശ്യപ്പെട്ടു, കൊണ്ടേ കൊടുത്തു. അയാൾ എന്ത് ചെയ്തു വെച്ചാല് ആ അകത്ത മസാലയുടെ ഭാഗം കൈകൊണ്ടെടുത്തിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ആ മസാല ഇടുകയാണല്ലോ വീണ്, അത് മാത്രം അടിച്ചു. അങ്ങനെയുള്ളവരുണ്ട്. ആ മസാലയുടെ ഭാഗം മാത്രം തിന്നും. ചില കുട്ടികൾക്ക് അങ്ങനെ ചെയ്യും. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇയാൾ പെടുന്നിട്ട് ഈ മസാല ദോശ ചീത്ത ഉള്ള സമയത്ത് അയാൾ എന്ത് ചെയ്താൽ അത്രയും തിന്നു, ബാക്കിയുള്ളത് വേസ്റ്റ് ആക്കി ഇട്ടു. മൂന്നാമതൊരാൾ മസാല ദോശ പറഞ്ഞു. ആ മസാല ദോശ കൊണ്ടു വെച്ചപ്പോ അയാൾ ചോദിച്ചാൽ ഈ വക്കിന്റെ ഭാഗത്തിന് അത്ര സ്വാദ് ഉണ്ടാവില്ല, മസാല ഇല്ലാത്ത ഭാഗമല്ലേ, അതങ്ങടെ ആദ്യം തീർത്തളെ. ഇങ്ങനെ ശീലം നമുക്കുണ്ട്. ഇഷ്ടമില്ലാത്ത നമ്മൾ ആദ്യം തിന്നും. ചിലപ്പോ വേറെ സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഉപ്പേരി ഉണ്ടാവും. ആ ഉപ്പേരിയോട് വലിയ പ്രിയം ഉണ്ടാവില്ല. അപ്പൊ ഇലയൊന്ന് ഭംഗിയായിട്ട് കിട്ടാൻ നമ്മൾ അതങ്ങോട്ട് തിന്നും. അപ്പൊ അത്രയും ഭാഗത്ത് ഇല ക്ലിയറായല്ലോ. വിളമ്പുന്ന ആൾ ഇയാൾക്കിത് വലിയ ഇഷ്ടമായിട്ട് വീണ്ടും അതന്നെ കൊടുന്ന് വിളമ്പും. എന്നിട്ട് പറയും ഇയാൾക്കത് വലിയ ഇഷ്ടമായി ഉപ്പേരി. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ള ആദ്യം ചെയ്തു വെക്കുന്ന ശീലം ഉണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു ഭാഗം ആണ്. ഭാര്യ കുളിച്ചുകൊണ്ടിട്ട് കുളി തീരാറാവുമ്പോ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയും, ആ ബക്കറ്റിലൊന്ന് വെള്ളം നിറച്ചു വെക്കുകയെന്ന്. അപ്പൊ തല തോർത്തുന്നതിനിടയ്ക്ക് ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കുകയും ചെയ്യും. ഞാൻ ചെല്ലുമ്പോ ബക്കറ്റ് ഫുള്ളാണ്. അല്ലെങ്കിൽ ഇത് ഈ ബക്കറ്റില് പൈപ്പിൽ നിന്ന് എടുത്തിട്ട് നിറക്കാൻ നിൽക്കണം. അത്ര സമയം ലാഭം കിട്ടിയല്ലോ. അപ്പൊ ഈ ബക്കറ്റ് മുഴുവനെ ഇയാൾ പൊട്ടിച്ചിട്ട് ഈ മസാലയുടെ ഭാഗം നിർത്തിയിട്ട് ആദ്യം തിന്നു.
അപ്പൊ ഉപ്പ് കൂടുതലുണ്ടായിട്ടുണ്ട്. മുകളിൽ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ ജഠരാഗ്നി മുഴുവൻ കെട്ടുപോകും. ജഠരാഗ്നി മുഴുവൻ കെട്ടപ്പോ ഇനിയിപ്പോ മസാല തിന്നാൻ സ്വാദുമില്ല, തിന്നണമെന്നുമില്ല. അയാൾ വലിയ വിഷമത്തിലായി. ആദ്യത്തെ ആള് മാതൃകയല്ല, രണ്ടാമത്തെ ആള് മാതൃകയല്ല, ഇയാളും മാതൃകയല്ല. മൂന്നാമത് ഇതല്ലാത്തൊരാള് മസാല ദോശ ആവശ്യപ്പെട്ടു, കൊണ്ടു വെച്ചു. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു അമൃതിന് തുല്യമായിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് മാറ്റി വേറെ ദോശ പറയലിപ്പോ നടക്കില്ല. അതിലേക്ക് കുറച്ച് ചട്നി എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒരു തലയ്ക്കുന്ന് പൊട്ടിച്ച് ക്രമേണ ആ മസാല ദോശ മുഴുവനായി തിന്നു. അയാൾ മുഴുവൻ തിന്നു. ഈ മാതൃകാപരമായ മസാല ദോശ തീറ്റ ഇതാണ്. ഒരു തലയ്ക്കുന്ന് പൊട്ടിച്ചിട്ട് തല തിന്നാൻ ഉണ്ടാക്കിയതല്ലേ. ഇത് തിന്നാൻ നമുക്ക് ബാധ്യതയാണ്, വിശപ്പ് മാറുന്നു. ഒരു തലയ്ക്കുന്ന് മുഴുവൻ തിന്ന പോലെ ജീവിതത്തിനെ, നമുക്ക് കിട്ടിയ ജീവിതത്തിനെ ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ജീവിതം കിട്ടിയ എനിക്കിപ്പോ എന്തായാലും എന്റെ യോഗം എങ്ങനെയാണ്, ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാനാണ് ശരി. അപ്പൊ പിന്നെ അതിനെ ആസ്വദിക്കുക. ഇന്നലെ ഒരിടത്ത് വന്നപ്പോ കർണകഠോരമായൊരു പാട്ട് വെച്ചിരിക്കുന്നു അവിടെ. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു, ആ പാടണം നരകത്ത് പോകുന്നു, കർണകഠോരാണ്. ഞാൻ വിചാരിച്ചപ്പോ ചെവി കണ്ണടക്കണ പോലെ ചെവി അടക്കാൻ കൊടുത്തില്ല. അതിപ്പോ ആസ്വദിക്കല്ലാതെ വേറെ ഭാഗമില്ല. ഇതുപോലെ കിട്ടിയ ജീവിതത്തിനെ ഒന്നാം നമ്പറുകാരൻ എന്ത് ചെയ്തു? നായനക്കിയ ജീവിതമാണ്, എന്റെ ജീവിതം ദുരിതമാണ്, ഇന്ന സ്ഥലത്ത് ജനിച്ച അബദ്ധം, അമ്മ മോശം, അച്ഛൻ മോശം, സഹോദരങ്ങൾ മോശം, ഒരു തൊഴിൽ കിട്ടി ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലി. ആ മസാല ദോശ തിന്നതേ ഇല്ല, അയാള് ജീവിച്ചില്ല. മക്കള് നന്നായില്ല, ഭാര്യ നന്നായില്ല. വേറൊരാള് പരാജയപ്പെടുന്നതുകൊണ്ടാണ് സുഖത്തിനോട് മാത്രം, ആ മസാലയുടെ ഭാഗം മാത്രം തിന്നാന്ന് പറഞ്ഞില്ലേ. സുഖം മാത്രം മതി, ദുഃഖം ഒട്ടുമില്ല. ഒരു തവണ എന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ പോക്കറ്റ് അടിച്ചു പോയി. അപ്പൊ ആ പോക്കറ്റ് അടിച്ച വിഷമം ഞാൻ എന്റെ വലിയൊരു സുഹൃത്തായിട്ടുള്ള പ്രൊഫസർ നാരായണൻകുട്ടി സാറിനോട് പറഞ്ഞു. പതിയായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടപ്പോ അദ്ദേഹം പറയാണ്, അത് സങ്കടമാണ്, പക്ഷെ PR സാറേ, സുഖം മാത്രമായിട്ട് ജീവിതത്തിൽ കിട്ടുമോ? എനിക്ക് ആ വിഷമം പോയി. അല്ല, ജീവിതത്തിൽ സുഖമൊക്കെ പറ്റുള്ളൂ. മസാല ദോശയുടെ എല്ലാ ഭാഗത്തും മസാല ദോശ ഉണ കിട്ടുമോ? ഒരു നിസ്സാര വരിയാണെങ്കിൽ ശരി, ആ വരി എനിക്ക് വലിയ ഇഷ്ടമായി. സുഖം മാത്രമേ കിട്ടാവൂ, എനിക്ക് ഒരു ദുഃഖം അനുഭവിക്കാൻ പറ്റില്ല, ശരിയാവോ? അപ്പൊ രണ്ടാമത്തെ ആള് മാതൃകയായി. മൂന്നാമത്തോൻ എന്ത് ചെയ്തു? മസാല തിന്നില്ല, സൈഡിലുള്ള മുഴുവൻ തിന്നു. പറഞ്ഞാൽ മുതലുണ്ടാക്കി വെച്ചു, കള്ളത്തരം കാണിച്ചു, കോടതി വരാന്തൽ നിന്നു, പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിന്നു. എന്റെ മുതൽ സംരക്ഷിക്കണം. ആ മുതല് സംരക്ഷിച്ച അവസാനം ആ മുതല് അനുഭവിക്കാതെ. യഥാർത്ഥ മസാല ദോശ എന്നത് ഒരു തലയ്ക്ക് ഇങ്ങനെ തിന്നിട്ട് ആ മസാല ദോശ അങ്ങോട്ട് മുഴുവൻ തിന്നെ. എന്റെ കൂടെ ഇരുന്നിട്ട് മസാല ദോശ തിന്ന പലരും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലുള്ള ഒരു മരുമകളുടെ ചിഞ്ചു, അവള് കുട്ടിക്കാലത്ത് അവൾക്കൊരു മസാല ദോശ വാങ്ങിയപ്പോൾ മേശപ്പുറത്ത് കയറി ഇരുന്നിട്ട് അവൾ കഴിക്കുക. പക്ഷെ ഒരു തലയ്ക്ക് നിന്ന് മറ്റേ തല വരെ അവൾ തിന്നത് 40 കൊല്ലം മുമ്പാണെങ്കിലും മനസ്സിൽ നിൽക്കുകയാണ്. ജീവിതം എന്നുള്ളത് സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. സുഖം മാത്രം മതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു മസാല ദോശ തിന്നലല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു.
നമസ്കാരം.